അല്ലാഹുവേ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹിയുടേതായ സമയത്ത് വിടുന്ന ഇമാമത്തായി നിൽക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനെ വിടുന്ന കടന്നു വരികയാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ റക്അത്ത് വിടുന്ന നിസ്കരിച്ചു. രണ്ടാമത്തെ റക്അത്തിൽ വിടുന്ന കൈകെട്ടി നിൽക്കുമ്പോൾ ആ ശത്രുവാകുന്ന മനുഷ്യനെ വിടുന്ന കടന്നു വന്നുകൊണ്ട് അതാ കത്തിയെടുത്തുകൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തേക്ക് ഞാൻ അവിടുന്ന് കുത്തുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വയറ്റത്ത് കുത്തുകയാ. അല്ലാഹു 40ഓളം കുത്തുകളാണ് ഏൽക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിലത്തേക്ക് വീഴുകയാ. ആ കുത്തു കിട്ടിയിട്ട് നിലത്തേക്ക് വീഴുകയാണ്. ചോര ഇങ്ങനെ വാർന്നൊലിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, മഅ്മൂമികളാകുന്ന സഹാബത്ത് അവിടുന്ന് നിസ്കരിച്ചുകൊണ്ട് പൂർത്തിയാക്കി സലാം വീട്ടിയിട്ട് എല്ലാവരും അവിടുന്ന് കടന്നു വന്നുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അനങ്ങുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധം കെട്ട് കിടക്കുകയാണ്. അവിടുന്ന് ബോധം മറഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ആ സമയത്ത് അതാ ഒരു സഹാബത്ത് അവിടുന്ന് കൊണ്ട് പറയുകയാണ്, യാ ഉമർ, ഓ ഉമറേ, നീ നിസ്കാരം പൂർത്തിയാക്കിയില്ലല്ലോ ഉമറേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഉസല്ലി, നീ നിസ്കരിക്കുമറേ, നിസ്കരിക്കുമറേ. തട്ടി വിളിച്ചിട്ടൊന്നും എഴുന്നേക്കുന്നില്ല. നിന്റെ മകൻ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കിയില്ല. നിന്റെ കുടുംബക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കിയില്ല. നിസ്കരിക്കുമറേ, നിസ്കരിക്കുമറേ. നിസ്കാരത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേൽക്കുകയാണ്. ബോധരഹിതനായി കിടന്ന ഉമർ അവിടുന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് മകനോട് ചോദിക്കുകയാ, അബ്ദുള്ളയോട് ചോദിക്കുകയാ, അബ്ദുള്ള, നിസ്കാരം പൂർത്തിയാക്കിയോ അബ്ദുള്ള എന്നാ ചോദിച്ചത്. ആദ്യമായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്താ ചോദിച്ചത്? ഞാൻ മരിക്കുമോന്നൊന്നുമല്ല, ഞാൻ ഇപ്പൊ തന്നെ മരിക്കുമോ എന്നൊന്നുമല്ല ചോദിച്ചത്. പിന്നെന്താ ചോദിച്ചത്? നിസ്കാരം നിങ്ങൾ പൂർത്തിയാക്കിയോ എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൂർത്തിയാക്കി വാപ്പ, പൂർത്തിയാക്കി, നിസ്കാരം പൂർത്തിയാക്കി, അൽഹംദുലില്ലാഹ്. അടുത്തതാണ് ചോദിച്ചത്, എന്നെ കുത്തിയത് മുസ്ലിമാണോ കാഫിറാണോ? അപ്പോൾ പറഞ്ഞു, അതേ, ഒരു കാഫിറായ മജൂസിയായ മനുഷ്യനാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് അല്ലാഹു തആല ഷഹീദിന്റെ കൂലി തരുമല്ലോ എന്നാണ് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധമായ ആ നിസ്കാരത്തിന്റെ പവിത്രത എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയായിരുന്നു നമ്മുടെ മഹത്തുക്കള്.